ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇച്ഛകളൊന്നുമില്ല. ഡിവൈൻ വില്ല് മാത്രമേ ഉള്ളൂ. ദൈവികതയിലേക്ക് മെർജ് ചെയ്യാനുള്ള, ഈശ്വരീയതയിലേക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കപ്പെടാനുള്ള നിസ്വാർത്ഥമായ മോഹം മാത്രമേ ഉള്ളൂ. അതിനോടുള്ള, അതായത് നമ്മുടെ ബീയിങ് ഏറ്റവും മികച്ച ഒരു തലത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണമെന്ന് മാത്രമേ ആ സമയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിയർലെസ്നെസ്, ഭയമില്ലായ്മ, സ്റ്റെബിലിറ്റി ഇൻ ക്രൈസിസ്. പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് സ്റ്റെബിലിറ്റിയോടുകൂടി ആകെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നമ്മൾ ആ നേരത്ത് നമ്മുടെ എല്ലാം ചോർന്നു പോയി, ദൈവികതയും ഇല്ല, ഒന്നുമില്ല, സങ്കടം, വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും മാത്രമായി തീരുക. എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ളത് ഉള്ള ശാന്തിയും സമാധാനമല്ല. അല്ലാതെ തന്നെ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളതിന് തുല്യമായി തീർന്നിരിക്കുക. ഇതാണ് ആത്മിക് പ്ലെയിൻ എന്ന് പറയുന്നത്. പവർഫുൾ കാംനെസ്, എന്തുണ്ടായാലും ശാന്തത വിടാതെ നിൽക്കാനായിട്ട് സാധിക്കുക. എന്തുണ്ടെങ്കിലും നാം വളരെ അക്ഷോഭ്യരായി അതിനെ ഹാൻഡിൽ ചെയ്യാൻ, മികച്ചതായി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുക. ലിവിങ് വിത്ത് കാംനെസ്, ജീവിതം ശരിയായി നല്ല മികച്ച രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ അതുപോലെ തന്നെ സമാധാനം ഉണ്ടായിരിക്കുകയും ചെയ്യുക. വളരെ പ്രധാനമാണ് ഈ പോയിൻ്റ്. നാം ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ജീവിതത്തിലെ ഓരോ കടമ്പകളും കടന്നു പോകുമ്പോഴും ശാന്തമായി തന്നെ അതിനെ നേരിടാനും അതിനെ നിലനിർത്തി മികച്ചതായി കൊണ്ടുപോകുന്നതിനും സാധിക്കുന്നു. ലിവിങ് വിത്ത് പർപ്പസ്, നാം ജീവിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നാം പറയുന്നത് അർത്ഥവത്താക്കുന്ന ഒരു പീരീഡാണിത്. നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പീരീഡാണിത്. എന്താണ് ബുദ്ധിക് പ്ലെയിനും ആത്മിക് പ്ലെയിനും തമ്മിലുള്ള വ്യത്യാസം? ബുദ്ധിക്കിൽ ലവ് ആൻഡ് യൂണിറ്റിയാണ് ഉള്ളത് എങ്കിൽ ആത്മിക് പ്ലെയിനിൽ വിൽ ആൻഡ് പവർ, തീർച്ചയായും അത് ശക്തമായും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ബുദ്ധിക് ലെവലിൽ ലവും യൂണിറ്റിയും, നാം എല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിക് ലെവലിൽ. ആത്മിക് ലെവലിൽ വിൽ ആൻഡ് പവർ, ദ വിൽ പവർ ഇസ് ദർ ആൻഡ് പവർ ഉണ്ടായിരിക്കുക. എന്ത് കാര്യം ചെയ്യുന്നതിനുമുള്ള ശക്തി ഉണ്ടായിരിക്കുക. ലവ് യുനൈറ്റ്സ്, സ്നേഹം കൂട്ടിച്ചേർക്കുന്നു, കൂട്ടിയിണക്കുന്നു. ലവ് എല്ലാം ഒന്നാണെന്ന് ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നു. വിൽ ഡയറക്ട്സ്, അപ്പോൾ ബുദ്ധിക്കും ആത്മിക്കും കൂടി ചേരുമ്പോൾ ഒരു വലിയ മാറ്റത്തിനുടമയാകുന്നു. ലവ് യുനൈറ്റ്സ്, ബുദ്ധിക്കിൽ ലവാണ് പ്രധാനമെങ്കിൽ ആത്മിക്കിൽ ഡയറക്ഷൻസ് ആൻഡ് ഡയറക്ട്സ്. വിൽ ഡയറക്ട്സ്, ഇച്ഛാശക്തി നിയന്ത്രിക്കുന്നു, ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രിക്കുന്നു. അപ്പോൾ സ്നേഹത്തോടുകൂടി, സ്നേഹകാരുണ്യത്തോടുകൂടി ലോകത്തെ നയിക്കാൻ നമുക്ക് സാധിക്കുന്നു. സൈൻ ഓഫ്, എന്താണ് അതിൻ്റെ സൈൻ എന്തായിരിക്കും? ദ ആക്ടിവേഷൻ, ഇത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ സ്ട്രോങ് മോറൽ ക്ലാരിറ്റി. ഈ മൊറാലിറ്റിയെക്കുറിച്ചുള്ള കൃത്യമായ ഉറച്ച കൃത്യമായ പെർസെപ്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്താണ് മോറൽ, എന്താണ് മോറൽ അല്ലാത്തത് എന്നുള്ളത് പല ആളുകൾക്കും സംശയമാണ്. അപ്പോൾ സ്പിരിച്വൽ കറേജ് ഉണ്ടാകുന്നു. മൊറാലിറ്റി, മറ്റുള്ളവർക്ക് ദോഷമില്ലാത്തത്, മറ്റുള്ളവരിന് കഷ്ടപ്പാടും ദുരിതവും ഉണ്ടാക്കുന്നതിനൊക്കെ
ഉണ്ടാക്കുന്നതിനൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ആ തലത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു. അതുപോലെ സ്പിരിച്വൽ കറേജ്, ആ ഈശ്വരീയതയിൽ അയ്യോ ഞാൻ അതാണോ ചെയ്തത്, ഞാൻ വിളക്ക് കത്തിക്കാൻ മറന്നുപോയോ, അല്ലെങ്കിൽ ഇതൊന്നല്ല പ്രധാനമെന്നുള്ള തിരിച്ചറിവിലേക്ക് ആ കറേജ് ഉണ്ടാകുന്നു. നാം ചെയ്യുന്നത് ശരിയാണെന്നും നാം തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ബോധതലം ഉണ്ടായിരിക്കും ആ സമയത്ത് ആത്മിക് ലെവലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറേജ് ഉണ്ടായിരിക്കും. തെറ്റായ മാർഗമുണ്ടാകുമ്പോഴാണല്ലോ ഫിയർ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മുടെ ആക്ഷൻസ്, ആത്മിക് ലെവലിൽ നമ്മുടെ ആക്ഷൻസ് അലൈൻഡ് വിത്ത് ഡിഫറെൻറ്റ് പർപ്പസസ്, കൃത്യമായ ചിട്ടയായിട്ടുള്ള പർപ്പസ്, ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാക്കാനായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കും. ആ അവസ്ഥയിൽ എത്തുമ്പോൾ, ആത്മിക് ലെവലിലേക്ക് നാം ഉയരുമ്പോൾ, പരിണാമത്തിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ നമുക്ക് ആക്ഷൻ അലൈൻഡ് വിത്ത് ഹയർ പർപ്പസസ്. നോ ഈഗോ, ഞാനെന്ന ഭാവമില്ലാതെയാവുന്നു. ഡിവൈൻ അംബിഷൻസ് and driven to the ambitions. No ego. Simple practice that chant silently, let thy will be done through me. അതായത് ദൈവികമായ ഇച്ഛ എന്നിലൂടെ പ്രകടമാകട്ടെ, ദൈവികമായ ഇച്ഛ എന്നിലൂടെ പ്രകടമാകട്ടെ. എൻ്റെ വ്യക്തിഗത ആഗ്രഹങ്ങൾ വിട്ട് ഉന്നതമായ ഇച്ഛയ്ക്ക് സമർപ്പിക്കട്ടെ. എൻ്റെ വികസിതമായ, എൻ്റെ വ്യക്തിഗതമായ എൻ്റെ വികാസങ്ങളെ വ്യക്തിഗതമായ കാര്യങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിൽ നിന്നും മാറ്റി ഉന്നതമായ ഇച്ഛയ്ക്ക് പാത്രീഭൂതനാക്കട്ടെ. നമുക്കെന്താണ് പറയാനുള്ളത്? നമ്മുടെ ദൈവികമായ ഇച്ഛ എന്നിലൂടെ പ്രകടമാകട്ടെ. ദൈവത്തിൻ്റെ ഇച്ഛയാണ് നാം പ്രവർത്തിക്കുക, അത് നമ്മിൽ കൂടെ പ്രകടമാകാൻ നാം അനുവദിക്കുകയാണ്. അതുപോലെ നമ്മുടെ വ്യക്തിഗതമായ ആഗ്രഹങ്ങൾ വിട്ട് ഉന്നതമായ ഇച്ഛയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറ്റം ചെയ്യപ്പെടുന്നു. വളരെ ലളിതമാണ് ഈ സബ്ജക്റ്റ്. കോംപ്ലിക്കേറ്റഡായി കേൾക്കരുത്, വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുക. പറയണത് ലളിതമായി ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്ന ആളുകളോട് പറയാണ്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് വായിച്ച്. ഇതൊക്കെ നിങ്ങളുടെ വളർച്ചയ്ക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പരിണാമത്തിലേക്ക് ഉയർത്താനായിട്ട് സഹായിക്കുന്നതാണ്, നിങ്ങൾക്ക് എത്തേണ്ടതാണ്. നാം എപ്പോഴും അധികം ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഫിസിക്കൽ പ്ലെയിനിൽ മാത്രമാണ്. ഫിസിക്കൽ റിയാലിറ്റിയിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, ജോലി ചെയ്ത് കിടന്നുറങ്ങി, അങ്ങനെ ആ ഒരു തലത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കി അധികാര കസേരകളും മറ്റുള്ള രീതികളിലുള്ള സുഖഭോഗങ്ങളുമായി നിൽക്കുന്ന ഫിസിക്കൽ റിയാലിറ്റി തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും വിട്ട് അസ്ട്രൽ ബോഡിയിലേക്ക്, വൈകാരിക തലം, സ്നേഹകാരുണ്യങ്ങൾ ഉണ്ടാകുന്ന തലത്തിലേക്ക്, അവിടെ നിന്ന് ബുദ്ധിക് തലങ്ങളിലേക്ക്, അതിൻ്റെ മുകളിൽ ഹയർ പ്ലെയിൻ, ബുദ്ധിക് പ്ലെയിനുകളിൽ ഹയർ ആൻഡ് ലോവർ ആൻഡ് ഹയർ പ്ലെയിൻസ്. ദെൻ അവിടെ നിന്നും ആത്മിക് പ്ലെയിനിലേക്ക്, അവിടെ നിന്നും നമുക്ക് പോകേണ്ടത് മൊനാഡിക് പ്ലെയിനിലേക്കാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത വീഡിയോയിൽ അടുത്ത ലെവലിനെ കുറിച്ച് പറയാം. താങ്ക് യു. നമസ്തേ.